നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഞാനിന്ന് ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. ഇത് കെച്ചപ്പിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ കെച്ചപ്പിൻ്റെ ബോട്ടിൽ കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് നല്ലൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ കുട്ടികളുള്ള വീടുകളിലൊക്കെ മിക്കവാറും വീടുകളിലും കെച്ചപ്പ് വാങ്ങിക്കുന്നുണ്ടാവും. കെച്ചപ്പിൻ്റെ ബോട്ടിലും ഉണ്ടാവും. അത് സാധാരണ നമ്മൾ കളയാറാണ് പതിവ്. ഈ ബോട്ടിൽ ഞാൻ ആക്രിലിക് പെയിൻറ്റ് വൈറ്റ് കളറ് 3 കോട്ട് അടിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് 3 കോട്ട് അടിച്ച് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ബോട്ടിൽ എടുത്തിട്ടുള്ളത്. അതിലൊരു ചെറിയൊരു ഡിസൈൻ പോലെയുണ്ട്. ആ ബോട്ടിലിനൊരു ചെറിയൊരു ഒരു ഡിസൈൻ പോലെ ഇങ്ങനെയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ബോട്ടിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതിൽ ഞാൻ 2 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ ഞാൻ പെൻസിൽ വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ 2 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ ഞാനിങ്ങനെ ചെറിയ കള്ളികൾ വരയ്ക്കുകയാണ്. വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് ചെയ്യുന്നതൊന്നും എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും കാണിക്കാതെ ഇരുന്നത്. ആ ബോട്ടിലുള്ള ആ ഒരു ചെറിയ എന്താ പറയുക, ഇങ്ങനെ നീളത്തിലൊരു ഒരു കട്ടിങ് പോലെ ഉണ്ട് ആ ബോട്ടിലിൻ്റെ മേലെ തന്നെ ഒരു ഡിസൈൻ. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിങ്ങനെ കറക്റ്റാക്കി വരച്ചിട്ട് അതിലിങ്ങനെ ചെറിയ കള്ളികൾ 2 സെൻറ്റിമീറ്റർ വിഡ്ത്തിലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അത് ബോട്ടിലിന് ചുറ്റും ആ കള്ളികൾ വരച്ചു. അതിനുശേഷം 1.5 വിട്ടുള്ള കള്ളികളിൽ ഞാൻ ബ്ലാക്ക് കളർ കൊണ്ട് ഫില്ല് ചെയ്തു. വൈറ്റ് കളർ അതിൽ ഓൾറെഡി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ 1.5 വിട്ട് ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റ് കളറിലേക്ക് ഈ ബ്ലാക്ക് കളറിൻ്റെ ആകാതെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം വൈറ്റ് കളറിലേക്ക് ബ്ലാക്ക് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ മേലൊരു വൈറ്റ് കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ പോലും ആ ബ്ലാക്ക് കളറാണ് ശരിക്കും എടുത്ത് കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് അത് ചെയ്യാൻ നോക്കുക. ബ്ലാക്ക് കളർ ചെയ്യുമ്പോൾ പുറത്തേക്ക് പോവാതെ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ 1.5 വിട്ട് നമുക്ക് ഈ എല്ലാ കള്ളികളിലും ബ്ലാക്ക് കളർ കൊടുക്കുക. 1.5 വിട്ട് ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റുമായിട്ട് കൊടുക്കുക. ഇതേപോലെ കിട്ടും. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക. ഇത് മുകളിലേക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ മുകളിൽ ഒരു വൂളൻ നൂല് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ മുകളിൽ 1.5 വിട്ടിട്ട് വൂളൻ നൂല് ബ്ലാക്കും വൈറ്റുമായിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് നമ്മളതിൻ്റെ ആ അടപ്പിടുന്ന ഭാഗമില്ലേ, ആ അടപ്പിടുന്ന ഭാഗത്ത് സാധാ ഗ്ലൂ വെച്ചിട്ട് ഇത് ചുറ്റുമ്പോൾ ചിലപ്പം നൂല് കറക്റ്റായിട്ട് ചുറ്റി കിട്ടണമെന്നില്ല. അതിൻ്റെ ആ അവിടെ കുറച്ച് അടപ്പിൻ്റെ പിരിയുടെ ഭാഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഞാൻ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നൂല് ചുറ്റുമ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കും. ബാക്കി ഭാഗമെല്ലാം ഞാൻ സാധാ ഗ്ലൂ തന്നെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നൊരു കാര്യം പറയാൻ മറന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. കണ്ടോ, ചുറ്റിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ മേലെ ജസ്റ്റ് ഒരു ലേസ് വെച്ചിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ പറയണേ. സജഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ പറയണേ, കമൻറ്റ് ബോക്സിലിടണം.
അത് ബോട്ടിലിൻ്റെ മേലെ ഒട്ടിച്ചിട്ട് പിന്നെ കുറച്ച് ഗോൾഡൻ കളറ് മുത്തുണ്ടായിരുന്നു, അതും ഞാൻ അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെ നമുക്ക് ഏത് ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലും എന്ത് ബോട്ടിലാണെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. നല്ല ഭംഗിയാണ്, ഷോ പീസായിട്ട് വെക്കാൻ നല്ല രസമാണ് കാണാനും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.